അഹമ്മദാബാദ് നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയെ പോലെ സഞ്ജുവിനുമുണ്ടാകും കിവികളോട് കണക്ക് തീർക്കാൻ. T20 വേൾഡ് കപ്പ് ടീം പ്രഖ്യാപിച്ചപ്പോൾ ഫസ്റ്റ് വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായിരുന്ന തന്നെ ബെഞ്ചിലേക്ക് തടയപ്പെട്ടതിന് യഥാർത്ഥ കാരണം ന്യൂസിലാൻഡുമായുള്ള പരമ്പരയായിരുന്നു. 5 മത്സരങ്ങളടങ്ങിയ ആ പരമ്പരയിലെ ഒരു മത്സരത്തിൽ പോലും സഞ്ജുവിന് മികച്ച സ്കോർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിൽ 2 തവണ സഞ്ജുവിനെ പുറത്താക്കിയതാകട്ടെ മാറ്റ് ഹെൻറിയും. അതുകൊണ്ട് തന്നെ ഫൈനലിൽ മാറ്റ് ഹെൻറിയെ സഞ്ജു എങ്ങനെ നേരിടും എന്ന് തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത്. മികച്ച ഫോമിലുള്ള കിവികളെ നേരിടുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വെല്ലുവിളി തന്നെയാണ്. ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെയും മികച്ച പ്രകടനം വിജയത്തിന് അനിവാര്യമാണ്. ഓപ്പണിംഗിൽ സഞ്ജു നൽകുന്ന മികച്ച തുടക്കവും തുടർന്ന് വരുന്ന ഇഷാൻ കിഷാൻ, ശിവൻ ദൂബെ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ എന്നിവരുടെ മികച്ച ബാറ്റിംഗുമാണ് ഇന്ത്യയെ ഉയർന്ന സ്കോറിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ബൗളിംഗ് നിര തന്നെയാണ് ഇന്ത്യക്ക് തലവേദനയാകുന്നത്. ബുംറയെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ബൗളിംഗ് നിര മുന്നോട്ട് പോകുന്നത്. ഫൈനലിൽ വരുൺ ചക്രവർത്തിക്ക് പകരം കുൽദീപ് യാദവും അർഷദീപ് സിംഗിന് പകരം മുഹമ്മദ് സിറാജും കളിക്കാൻ സാധ്യതയുണ്ട്. 13 ക്യാച്ചുകളാണ് ഇന്ത്യൻ ഫീൽഡർമാർ ഇതുവരെ മിസ്സാക്കിയത്. അക്സർ പട്ടേലിന്റെയും ഹാർദിക് പാണ്ഡ്യയുടെയും ഓൾറൗണ്ട് പ്രകടനം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. എന്നാൽ T20 വേൾഡ് കപ്പിൽ ഇതുവരെ ഇന്ത്യക്ക് മുന്നിൽ തോൽക്കേണ്ടി വന്നിട്ടില്ല എന്ന റെക്കോർഡും കൊണ്ടാണ് ന്യൂസിലാൻഡ് ഇന്ത്യയെ നേരിടുക. ഇന്ത്യക്ക് 3ാം കിരീടമോ അതോ കിവികളുടെ കന്നി കിരീടമെന്ന സ്വപ്നമോ യാഥാർത്ഥ്യമാകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം.